നിലപാടുകളുടെ രാജകുമാരൻ എന്ന ഒരു വിശേഷണം കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് ധൈര്യപൂർവ്വം കൊടുക്കാൻ പറ്റിയ ആളാണ് പി.വി. അൻവർ. നിലപാടുകൾ കൈക്കൊള്ളണമെങ്കിൽ പി.വി. അൻവറിനെ പോലെ ആകണമെന്നാണ് ഈ കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം തന്നെ എന്തോരം നിലപാടുകളാണ്. ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകരുതെന്ന് പറയുന്നു. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് തന്നെ UDF മുന്നണിയിൽ എടുത്താൽ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നതിനോട് തനിക്ക് എതിർപ്പില്ല എന്ന് പറയുന്നു. വീണ്ടും ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകരുത് എന്ന് പറയുന്നു. വി.ഡി. സതീശനെ പോലെ നല്ല ഒരു വ്യക്തി കേരളത്തിൽ ഇല്ല എന്ന് പറയുന്നു. ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായാൽ നിലമ്പൂരിൽ തോൽക്കുമെന്ന് പറയുന്നു. താൻ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് ആദ്യം പറയുന്നു, പിന്നെ മത്സരിക്കില്ല എന്ന് പറയുന്നു. ഇപ്പോൾ തൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറയുന്നു. 8 കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ മത്സരിക്കാൻ കഴിയുകയുള്ളൂ എന്നും ആ തുക തനിക്കിപ്പോൾ എടുക്കാൻ സാധിക്കില്ല എന്നും പറയുന്നു. വൈകുന്നേരത്തോടുകൂടി വീണ്ടും തീരുമാനം മാറ്റി താൻ ചിലപ്പോൾ മത്സരിക്കുമെന്ന് വ്യക്തമാക്കുന്നു. മത്സരിക്കാനുള്ള തുകകൾ ജനങ്ങൾ തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നു എന്ന് പറയുന്നു. വി.ഡി. സതീശനെ തെറി വിളിക്കുന്നു, പിണറായി വിജയനെ തെറി വിളിക്കുന്നു, ഷൗക്കത്തിനെ തെറി വിളിക്കുന്നു. അതിനുശേഷം രാത്രി തലയിൽ മുണ്ടിട്ട് കാണാൻ വന്ന രാഹുൽ മാങ്കൂട്ടത്തിനോട് ഗുഡ് നൈറ്റ് പറയുന്നു. UDFനോട് ഇനി ചർച്ചയില്ല എന്ന് പറയുന്നു. UDF വന്നാൽ വീണ്ടും ചർച്ച ആകാമെന്ന് പറയുന്നു. ഇങ്ങനെ മണിക്കൂറിൽ 4-5 നിലപാടുകളെടുത്ത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ ഒന്നാകെ അമ്പരപ്പിച്ചിരിക്കുകയാണ് അൻവർ. സ്വാഭാവികമായും CPMനെ വിമർശിച്ച് പിണറായി വിജയനെ തെറി പറഞ്ഞ് മുന്നണിക്ക് വെളിയിൽ വന്ന ആളാണ് അൻവർ. UDF 2 കൈ നീട്ടി സ്വീകരിക്കേണ്ടതാണ്. VM സുധീരനെ ആലപ്പുഴയിൽ തോൽപ്പിച്ച KS മനോജിനെയും R സെൽവരാജിനെയും ഒക്കെ ഒരു ദിവസം കൊണ്ട് റാഞ്ചിയെടുത്തവരാണ് കോൺഗ്രസ്സുകാർ. എന്നാൽ പി.വി. അൻവറിൻ്റെ കാര്യത്തിൽ മാത്രം അതുണ്ടായില്ല. പിണറായി വിജയനെതിരെയും CPMനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പുള്ളിക്കാരൻ ഉന്നയിച്ചിട്ടും പുള്ളിയെ മുന്നണിയിൽ അംഗമാക്കുന്നതിനോട് കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചില്ല. എന്തുകൊണ്ട് പി.വി. അൻവറിന് മുന്നണിക്ക് പുറത്തു നിൽക്കേണ്ടി വന്നു? യഥാർത്ഥത്തിൽ പി.വി. അൻവർ UDF മുന്നണിക്കുള്ളിൽ അംഗമാകേണ്ടിയിരുന്നത് മാസങ്ങൾക്ക് മുൻപാണ്. കൃത്യമായി പറഞ്ഞാൽ നിലമ്പൂരിലെ ഫോറസ്റ്റ് ഓഫീസ് അൻവർ അനുകൂലികൾ അടിച്ചു തകർത്ത ആ സമയത്ത് ആക്രമണത്തിന് പിന്നാലെ പോലീസ് പുള്ളിക്കാരനെ പിടിച്ചകത്തിട്ടു. അൻവറിന് പിന്തുണയുമായി അന്ന് UDF മുഴുവനും രംഗത്തിറങ്ങി. അതിന് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് അൻവർ തൻ്റെ ജീവിതകാലം മുഴുവൻ എതിർത്തുകൊണ്ടിരുന്ന ഷൗക്കത്ത് പോലും അന്ന് അൻവറിന് അനുകൂലമായി നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അത് മിക്കവാറും അൻവറിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ല. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ താൻ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷ കൊണ്ടായിരിക്കും. എന്തായാലും അതിനുശേഷം അൻവർ താൻ കേരളത്തിന് സംഭാവന നൽകിയ വാക്കായ പിണറായിസത്തിനെതിരെ നിരന്തര വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തി. അപ്പോഴും UDF പ്രവേശനം മാത്രം സാധ്യമായില്ല. പുറത്തുനിന്ന് ഈ കളി കാണുന്ന നമുക്കെല്ലാവർക്കും തോന്നി ഇതെന്താ സംഭവമെന്ന്. ഒന്നും മനസ്സിലാകുന്നില്ല. അടുത്ത വർഷം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന UDF ആ മുന്നണിയെ ശക്തിപ്പെടുത്തുമെന്ന ഉറപ്പോടുകൂടി ഒരാൾ വരുമ്പോൾ എന്തുകൊണ്ട് അയാളെ മുന്നണിയിൽ എടുക്കുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായി തന്നെ തോന്നി. എന്നാൽ UDF അൻവറിനെ പുറത്തു നിർത്തി സഹകരിപ്പിക്കാമെന്ന നിലപാട് മാത്രമാണ് കൈക്കൊണ്ടത്. ഇപ്പോൾ ഇതുവരെ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പി.വി. അൻവർ UDFൽ എത്തില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. എന്തുകൊണ്ട് പി.വി. അൻവറെ UDF മുന്നണിയിൽ എടുത്തില്ല എന്നുള്ളത്. അത് ഈ പി.വി. അൻവർ പറയും പോലെ പിണറായി വിജയൻ വി.ഡി. സതീശനോട് എടുക്കരുത് എന്ന് പറഞ്ഞതൊന്നുമല്ല. UDF മുന്നണിയിൽ തന്നെയുള്ള ഒരു പാർട്ടി അൻവറിൻ്റെ മുന്നണി പ്രവേശനത്തിനെ പല്ലും നഖവും ഉപയോഗിച്ച് ആദ്യാവസാനം എതിർത്തിരുന്നു. അവരുടെ ആ എതിർപ്പിൻ്റെ ഫലമാണ് അൻവർ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമില്ലാതെ പുറത്തു നിൽക്കുന്നത്. ആകെ 3 പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമുള്ള കൊല്ലം ജില്ലയിലെ ഒരു ചെറിയ ഭാഗത്ത് മാത്രം ഒതുങ്ങി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തിൽ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പോടെ ഒരുപക്ഷെ അപ്രത്യക്ഷമാകുമെന്ന് കരുതപ്പെടുന്ന RSP എന്ന പാർട്ടിയാണ് പി.വി. അൻവറിൻ്റെ UDF പ്രവേശനത്തിന് അന്നും ഇന്നും വിലങ്ങുതടിയായി നിന്നത് എന്നാണ് സൂചനകൾ. RSP എന്ന ചെറിയ പാർട്ടിക്ക് ഇത്രയൊക്കെ ശക്തിയുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. അന്ന്, അതായത് മാസങ്ങൾക്ക് മുൻപ് ഫോറസ്റ്റ് ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ജയിലിലായ പി.വി. അൻവറിന് പിന്തുണയുമായി കോൺഗ്രസ് രംഗത്ത് വന്നതോടെ പി.വി. അൻവർ UDFലേക്ക് നീങ്ങുന്നതായിട്ടുള്ള സൂചനകൾ തന്നെയാണ് അന്ന് ലഭിച്ചത്. അന്ന് അൻവറിന് പിന്തുണയുമായി കോൺഗ്രസും CMPയും രംഗത്തെത്തുകയായിരുന്നു. പ്രത്യേകിച്ചും കോൺഗ്രസിൽ തന്നെ ഇന്ന് അൻവറിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുൻ തൃത്താല MLA VT ബൽറാമും അന്ന് പി.വി. അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. അതിൽ VT ബൽറാം അൻവറിൻ്റെ പല നിലപാടുകളോടും ഇപ്പോഴും വിയോജിപ്പുണ്ടെന്നും എന്നാൽ അൻവർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത നടപടിയോടെ അതെല്ലാം റദ്ദാകുന്നു എന്നുമാണ് വ്യക്തമാക്കിയത്.
അന്ന് പി.വി. അൻവർ എന്ന രാഷ്ട്രീയക്കാരനെ മുന്നണിയിലേക്ക് കൂട്ടുന്നതിനോട് ഈ പറയുന്ന കോൺഗ്രസിനും പിന്നെ CMPക്കും മാത്രമായിരുന്നു അനുകൂല നിലപാടുണ്ടായിരുന്നത്. അൻവറിൻ്റെ അറസ്റ്റിനെ തെറ്റായ നടപടി എന്നായിരുന്നു വി.ഡി. സതീശൻ പ്രതികരിച്ചത്. ഒരു MLAക്ക് പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കാനാകില്ലെന്നായിരുന്നു വി.ഡി. സതീശൻ്റെ പ്രതികരണം. അൻവറിനെ UDF ഉൾക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ട് CMPയും രംഗത്തെത്തുകയും ചെയ്തു. അന്ന് നടന്ന അറസ്റ്റ് രാഷ്ട്രീയ വഴിത്തിരിവാണെന്നും പ്രധാന തീരുമാനം കോൺഗ്രസും ലീഗും എടുക്കണമെന്നുമാണ് CMP പറഞ്ഞത്. ഇതുവരെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. എന്നാൽ പിന്നീട് അൻവറിനെ സംബന്ധിച്ച് ലോകം കീഴ്മേൽ മറിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ വിഷയത്തിൽ അന്ന് KPCC പ്രസിഡന്റ് K. സുധാകരനും പ്രതികരിച്ചിരുന്നു. അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതിൽ വ്യക്തിപരമായ എതിർപ്പില്ലെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. അൻവർ നല്ല സുഹൃത്തും മുൻ സഹപ്രവർത്തകനുമാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം. അതായത് അൻവർ ചിലപ്പോൾ UDFിലേക്ക് എത്തിയേക്കുമെന്ന് തന്നെയായിരുന്നു ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ രമേശ് ചെന്നിത്തല ഒന്ന് കയറി കളിച്ചു. അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങളിൽ യോജിപ്പുണ്ടെങ്കിലും അൻവറിൻ്റെ മുന്നണി പ്രവേശനം ഇതേവരെ ചർച്ചയായിട്ടില്ലെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ചെന്നിത്തല എന്താ അന്ന് ഇങ്ങനെ പറയാൻ കാരണമെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇതാണ് പറയുന്നത്, ചെന്നിത്തലയ്ക്ക് പ്രവർത്തകരുടെ പൾസ് അറിയാം. അന്ന് ഭൂരിപക്ഷം UDF പ്രവർത്തകരും ആഗ്രഹിച്ചത് അൻവറിനെ UDFിലേക്ക് എടുക്കരുതെന്നായിരുന്നു. അതിന് കാരണം അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ തന്നെയാണ്. പി.വി. അൻവറിൻ്റെ UDF പ്രവേശനത്തിന് തിരക്കിട്ട് തീരുമാനമെടുക്കേണ്ടെന്നും പല കാര്യങ്ങളിലും അൻവർ ഇനിയും വ്യക്തത വരുത്താനുണ്ടെന്നുമാണ് അന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടത്. രാഹുൽ ഗാന്ധിക്കെതിരായി നടത്തിയ പരാമർശത്തിനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരായി നടത്തിയ അഴിമതി ആരോപണത്തിനും തിരുത്തു വേണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞത്. ഇതിനുശേഷം മാത്രമേ അൻവറിൻ്റെ UDF പ്രവേശനം ആലോചിക്കാവൂ എന്നായിരുന്നു നേതാക്കൾ നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടത്. അതായത് ചുരുക്കി പറഞ്ഞാൽ അന്നും ഇന്നും ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. എന്നാൽ അന്ന് അൻവറിന് അനുകൂലമായി നിന്ന സതീശൻ ഇപ്പോൾ പ്രതികൂലമായി നിൽക്കുന്നു. അന്ന് അൻവറിന് പ്രതികൂലമായി നിന്ന രമേശ് ചെന്നിത്തല ഇന്ന് അൻവറിന് അനുകൂലമായി നിൽക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ഉപതെരഞ്ഞെടുപ്പിന് അവസരമൊരുക്കി UDF മുന്നണിക്ക് ആത്മവിശ്വാസം നൽകാൻ ഇറങ്ങിപ്പുറപ്പെട്ട പി.വി. അൻവറിനെ LDFിനെതിരെ എത്രയൊക്കെ വിമർശനങ്ങൾ ഉയർത്തിയിട്ടും പിണറായി വിജയനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും UDF മുന്നണിയിൽ എടുക്കുന്നില്ലെങ്കിൽ അത് RSPയുടെ പിടിവാശി ഒന്നുകൊണ്ട് മാത്രമാണ്. അൻവറിനെ മുന്നണിയിൽ എടുക്കാത്തതിൻ്റെ സന്തോഷം കഴിഞ്ഞ ദിവസം RSP നേതാവ് ഷിബു ബേബി ജോൺ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നുമുണ്ട്. ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ സാധു മനുഷ്യനെ ഇവരെത്രത്തോളം പറ്റിച്ചെന്നാണ് ഇന്നലെ എനിക്ക് തോന്നിയത്. കാരണം ഒരു ബൂത്തിലേക്ക് 3 ലക്ഷം രൂപ വേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. അന്നേരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തികം എങ്ങനെ അടിച്ചു മാറ്റി? സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്കറിയാം, അതിൻ്റെ 10-1 പോയിട്ട് ഇതിൻ്റെ ആവശ്യമൊന്നും വരാറില്ല പലപ്പോഴും. അത് അത്രയും ഒന്നും, അതൊക്കെ വളരെ 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 കൂടുതൽ 10-1 പോയിട്ട് 5-1 വേണ്ടി വരത്തില്ല. പക്ഷേ അന്നേരം അൻവർ എന്ന അദ്ദേഹം ഇന്നലെ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെ പാപ്പരാക്കിയത് അന്നേരം തീർച്ചയായിട്ടും 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഈ പൈസ വെച്ച്, ഈ തോത് വെച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പുള്ളി, അല്ലെങ്കിൽ ആ ചിലവായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുള്ളിയുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിരിക്കാം. അതിലുപരി ഇന്നലെ രാവിലെ പറഞ്ഞ ആൾ ഇന്ന് രാവിലെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ 260-ൽ പരം ബൂത്തുകളുണ്ട്. അന്നേരം ഒറ്റ രാത്രി കൊണ്ട് 8 കോടി രൂപ എവിടുന്ന് കിട്ടി എന്നുള്ളതാണ്. അദ്ദേഹം ഇന്നലെ പരസ്യമായി പറഞ്ഞതാണ് 8 കോടി രൂപ, 3 ലക്ഷം രൂപ ഒരു ബൂത്തിന് വേണം. അന്നേരം 260 ചെല്ലുവാനും വരുമ്പോൾ 8 കോടി രൂപ വേണം. അത് ഒറ്റ രാത്രി കൊണ്ട് കിട്ടിയ മാന്ത്രിക വിദ്യ എന്താണ് എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കണക്കൊക്കെ ചോദിക്കുമല്ലോ. ഒരു അസംബ്ലി സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ ചിലവാക്കാൻ പറ്റുന്ന 35 ലക്ഷം രൂപ എന്താണ്. എന്നിട്ട് 8 കോടി രൂപ ഒറ്റ രാത്രി കൊണ്ട് സമാഹരിച്ചുകൊണ്ട് ഇന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്ന് പറയുന്നത് അബദ്ധസഞ്ചാരമാണ്. അൻവറിന് ഇനിയും വീണ്ടും വിചാരവും നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് പി.വി. അൻവറെ UDF മുന്നണിയിൽ എടുക്കേണ്ട എന്ന് RSP നിലപാട് കൈക്കൊണ്ടത്? RSP അത്തരത്തിലൊരു നിലപാട് എടുക്കാൻ കാരണമുണ്ട്. അൻവറിൻ്റെ കടന്നുവരവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തങ്ങളെയാണെന്ന് RSPക്ക് നന്നായിട്ട് അറിയാം. കാരണം കഴിഞ്ഞ 2 തവണയായി ഒരു MLAയെ പോലും ജയിപ്പിക്കാനാകാത്ത അവസ്ഥയിലാണ് RSP. മാത്രമല്ല ഇത്തവണ RSPക്ക് അധിക സീറ്റുകളൊന്നും നൽകേണ്ട എന്നും ചവറയിൽ ഒരൊറ്റ സീറ്റ് നൽകിയാൽ മതി എന്നുമാണ് കോൺഗ്രസിൽ ഭൂരിപക്ഷ അഭിപ്രായം ഉയർന്നിരിക്കുന്നത്. പ്രേമചന്ദ്രൻ മത്സരിക്കുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് RSP ഇപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പ്രേമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മതിയാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിന്നും ഇടവേള എടുക്കുകയാണെങ്കിൽ മറ്റൊരു RSPക്കാരൻ ആ സീറ്റിൽ വിജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പരാജയപ്പെടുകയും UDFിലേക്ക് പുതുതായി കടന്നുവരുന്ന അൻവർ വിജയിക്കുകയും ചെയ്താൽ
RSP എന്ന പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ വിഷയത്തിലാകുമെന്ന കാര്യം ഉറപ്പാണ്. UDFിലേക്ക് ഒരു ഇടത് ചിന്താഗതിക്കാരൻ എന്ന നിലയിലുള്ള കടന്നുവരവാണ് അൻവർ ഉദ്ദേശിക്കുന്നത്. നിലവിൽ UDFിലെ ഇടത് പാർട്ടി RSPയാണ്. അൻവറെ UDF മുന്നണിയിൽ എടുക്കുകയും അദ്ദേഹം പ്രവർത്തനങ്ങളിലൂടെ നേട്ടം ഉണ്ടാക്കുകയും ചെയ്താൽ ഉറപ്പായും RSPയുടെ UDFിലെ സ്ഥാനം അൻവറിലേക്ക് എത്തും. അത് തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് തന്നെ RSP വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് RSP ആദ്യം മുതൽ അൻവറിൻ്റെ UDF പ്രവേശനത്തെ എതിർക്കുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിക്കാത്ത പാർട്ടിയാണ് RSP എന്ന എതിരാളികളുടെ പരിഹാസത്തിന് മറുപടിയാണ് ഇപ്പോൾ PV അൻവർ വിഷയത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഒരു മണ്ഡലത്തിലും ഒരു MLAയെ പോലും ജയിപ്പിച്ചെടുക്കാൻ സാധിക്കില്ലെങ്കിലും മുന്നണിയിൽ അത്യാവശ്യം പിടിപാടുണ്ട് എന്ന് തന്നെയാണ് RSP ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്.